In this section, we will see how to find out the Norton equivalent circuit. So similar to Thevenin's theorem, you will be having a complex circuit and you have a terminal AB across which you have connected the load. The load is connected across the terminal. So this complex circuit, you can replace it by a current source, that is a Norton current source IN in parallel with the Norton resistance R. അപ്പോൾ ഇതാണ് നോർട്ടൺ ഇക്വലന്റ് സർക്യൂട്ട്. നോർട്ടൺ ഇക്വലന്റ് സർക്യൂട്ട് വെച്ചിട്ട് നമ്മുടെ കോംപ്ലക്സ് സർക്യൂട്ടിനെ കറന്റ് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ് ആണ്. In Thevenin equivalent circuit, you will be having an voltage source in series with the resistance. So how to solve for IN and RN? We can do one problem. So this is a question. This is a circuit, a complex circuit is shown. You have to find out the Norton equivalent circuit across the terminal AB. So AB is the terminal across which you need to find out the Norton equivalent circuit. The terminal AB in the terminal AB, this terminal AB is a terminal across which you will be connecting the load. ഇവിടെ ആയിരിക്കും ലോഡ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നോർട്ടൺ ഇക്വലന്റ് സർക്യൂട്ട് കാണാൻ തെവനിനെ പോലെ തന്നെ what you do is, തെവനിൻ്റെ കേസിൽ we remove the load and replace it with an open circuit. നോർട്ടൻ്റെ കേസിൽ what we do is we remove the load and replace it with a short circuit. ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് replace it. So this is how your circuit look like. You remove it and replace it with a short circuit. You will replace it with a short circuit. So you will be having a short circuit here. You want to find out what is the current through this path. That will be your Norton current. ഇതാണ് നമ്മുടെ Norton current. ഇതുവഴിയുള്ള current ആണ് what you need to find out. അപ്പോൾ ഈ current കാണാൻ you can see here there are remaining പാർട്സ് എല്ലാം തന്നെ സെയിം തന്നെയാണ്. നമ്മൾ ലോഡിനെ മാത്രം ജസ്റ്റ് ഷോർട്ട് സർക്യൂട്ട് ചെയ്തേ ഉള്ളൂ. ആ ലോഡ് വഴി, ആ ഷോർട്ട് സർക്യൂട്ട് വഴിയുള്ള കറണ്ട് വി നീഡ് ടു ഫൈൻഡ് ഔട്ട്. ദെൻ ഈ കറണ്ട് IN ദാറ്റ് യു നീഡ് ടു ഫൈൻഡ് ഔട്ട്. സോ സി, ഇവിടെ 3 മെഷ് ആണുള്ളത്. ദിസ് സി ഹിയർ, ഇവിടെ നമുക്കൊരു ഷോർട്ട് സർക്യൂട്ട് പാത്താണ്. ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ടിന് പാരലായിട്ട് ഒരു 5 ohm കണക്ട് ചെയ്തേക്കാണ്. ദാറ്റ് മീൻസ് ദീസ് 2 ലീഡ്സ് ഓഫ് ദിസ് റെസിസ്റ്റർ ആർ അഗെയിൻ ഷോർട്ടഡ്. അപ്പോൾ ഈ റെസിസ്റ്റർ ഫുള്ളി ഷോർട്ടഡ് ആയിപ്പോവും. അതായത് ഈ റെസിസ്റ്ററിന് ഇവിടെ ഒരു എഫക്റ്റും ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ ഒരു ഷോർട്ട് സർക്യൂട്ട് പാത്ത് അക്രോസ് എ റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ 2 ലീഡ്സും സെയിം ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റർ ഷോർട്ടഡ് ആയിപ്പോയി. ദാറ്റ് മീൻസ് ഈ റെസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്യാം. That is, it can be removed, not replaced, it can be removed. അപ്പോൾ ഇതിനെ നമുക്ക് റിമൂവ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ 3 ലൂപ്പ് എന്ന് പറയുന്നത്, അതോ 3 മെഷേഴ്സ് എന്ന് പറയുന്നത് വിൽ ബി റീപ്ലേസ്ഡ് ബൈ 2 മെഷേഴ്സ്. 2 മെഷേഴ്സേ ഉള്ളൂ. അപ്പോൾ ഇതുവഴിയുള്ള കറണ്ട് IN നമുക്ക് ഈസിലി കണ്ടുപിടിക്കാം. സോ വാട്ട് ഇറ്റ്സ് യു കൺസിഡർ ദ ഫസ്റ്റ് മെഷ്. സോ ദീസ് ആർ 2 മെഷേഴ്സ്. അപ്പോൾ ഈ ഫസ്റ്റ് മെഷ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മെഷിൽ ദർ ഈസ് എ കറണ്ട് സോഴ്സ് അറ്റ് ദ പെരിമീറ്റർ. നമ്മൾ സൂപ്പർ മെഷ് കണ്ടീഷനിൽ 2 കണ്ടീഷൻസ് ആണുള്ളത്, കറണ്ട് സോഴ്സ് അറ്റ് ദ പെരിമീറ്റർ ഓർ ദ കറണ്ട് സോഴ്സ് ഇൻ ബിറ്റ്വീൻ 2 ബ്രാഞ്ചസ്. അപ്പോൾ ഈ കേസിൽ ദർ ഈസ് എ കറണ്ട് സോഴ്സ് അറ്റ് ദ പെരിമീറ്റർ. അതുകൊണ്ട് ഈ കറണ്ട് I1 എന്ന് പറയുന്നത് 2 ആംപിയർ തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ യു വിൽ ബി ഹാവിങ് ഓൺലി 1 മെഷ് ടു സോൾവ്. ഈ മെഷ് മാത്രമായി, മെഷ് 2 മാത്രമാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, മെഷ് 2ൻ്റെ ഇക്വേഷൻ എടുക്കാം. സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ, -12 + 4 into I2 is upward, I1 is downward. So I2 minus I1 plus 8 into 8 current I2. Then again you have an 8 ohm here. So plus 8 into I2 equal to 0. So you will be having the equation. I1 നമുക്ക് already അറിയാം, I1 equal to 2 ampere. Since it is a perimeter, there is a current source at the perimeter. I1 equal to 2 ampere. I1 equal to 2 ആണ്. So you can easily solve for I2. അപ്പം നമ്മുടെ എയിം എന്ന് പറയുന്നത് നോർട്ടൺ കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. അപ്പം നോർട്ടൺ കറണ്ട് ഈസ് ആക്ച്വലി സെയിം എസ് I2. നോർട്ടൺ കറണ്ട് നമ്മൾ ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് യൂഷ്വലി മാർക്ക് ചെയ്യുക. ദാറ്റ് ഈസ് ഈ കൺവെൻഷൻ തന്നെ. സോ IN ഈക്വൽ ടു I2. I2 സോൾവ് ചെയ്താൽ നമുക്ക് IN കിട്ടി. സോ യു ഹാവ് solving this, you will get I2, that is 1 ampere. So IN equal to 1 ampere. Now you need to find out RN.
As we already said, Norton resistance ഉം Thevenin resistance ഉം രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ Norton resistance is equal to Thevenin resistance ആണ്. അപ്പോൾ നമുക്ക് Thevenin resistance കാണാൻ നമ്മൾ ഓൾറെഡി Thevenin തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. Thevenin resistance കാണാൻ ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് ഒന്നും ഇല്ലെങ്കിൽ, if there is only independent sources മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് സോഴ്സസിനെ 0 ആക്കാം. എന്നിട്ട് ടെർമിനൽ എ ബിനെ അക്രോസ് ഉള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ വാട്ട് യു ഹാവ് വാസ് ആൻ കറണ്ട് സോഴ്സ് സെറ്റ്. അപ്പം നമ്മുടെ സർക്യൂട്ടിലെ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. സോ ദിസ് വാസ് യുവർ സർക്യൂട്ട്. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഇവിടെ ഒരു 2 ആംപിയർ സോഴ്സ് ഉണ്ട്. അപ്പോൾ കറണ്ട് 0 ആക്കുമെന്ന് പറയുമ്പോൾ ഇത് ഓപ്പൺ ആവും, ദിസ് ടെർമിനൽസ് ബിക്കം ഓപ്പൺ. ദെൻ ഇവിടെ ഒരു 12 വോൾട്ട് സോഴ്സ് ഉണ്ട്. 12 വോൾട്ടിനെ 0 ആക്കുമെന്ന് പറയുമ്പോൾ ഇത് ഷോർട്ട് ആവും. ഓക്കെ, റിമൈനിങ് വിൽ ബി ദ സെയിം. ദെൻ ഫ്രം ദിസ് ടെർമിനൽ വി ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ്. ദാറ്റ് വിൽ ബി ദ നോർട്ടൺ ആസ് വെൽ ആസ് Thevenin റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഡിപ്പെൻഡൻറ്റ് ഉണ്ടെങ്കിൽ 0 ആക്കാൻ പറ്റില്ല, ഇൻഡിപെൻഡൻറ്റ് മാത്രമാണ് 0 ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് മാത്രമേ ഈ കേസസിലുള്ളൂ. സോ കറണ്ടിനെ 0 ആക്കി, ദാറ്റ് മീൻസ് കറണ്ട് വി ഹാവ് റീപ്ലേസ് ഇറ്റ് വിത്ത് കറണ്ട് സോഴ്സ്, വി ഹാവ് റീപ്ലേസ് ഇറ്റ് വിത്ത് ഷോർട്ട് സർക്യൂട്ട്, ആൻഡ് ഹിയർ there was an voltage source, current source we have replaced it with open circuit, and voltage source we have replaced it with short circuit. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. അപ്പോൾ ഇതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഫ്രം ദിസ് ടെർമിനൽ, when you look from this terminal A B എന്ന് നോക്കുകയാണെങ്കിൽ 8, 4, 8, these 3 are series. So 8 plus 4 plus 8, 20. Then അപ്പോൾ ഇതിനെ മൂന്നിനെ നമുക്ക് 20 ohm കൊണ്ട് റീപ്ലേസ് ചെയ്യാം. So 20 in parallel with 5. So 20 parallel with 5, that is your answer is 4 ohm. അപ്പോൾ R എന്ന് പറയുന്നത് 4 ohm കിട്ടും. So your complex circuit is simplified now. Complex circuit നമുക്ക് easily simplify ചെയ്യാം. അതായത് Norton current 1 ampere, direction is like this, in parallel with the Norton resistance or the Thevenin resistance 4 ohm. അപ്പോൾ ഇതായിരിക്കും എൻ്റെ Norton equivalent circuit. ഓക്കെ, എ ബി ഈസ് എ ലോഡ് ടെർമിനൽ. ഇനി ഇതിൽ നിന്ന് നമുക്ക് Thevenin equivalent circuitഉം വരയ്ക്കാം. Thevenin equivalent circuit വരയ്ക്കുകയാണെങ്കിൽ VTH in series with RTH ആയിരിക്കും. RTH എന്ന് പറയുന്ന RN തന്നെ ആയിരിക്കും, ദാറ്റ് ഈസ് RTH ഈക്വൽ ടു 4 ohm തന്നെ ആയിരിക്കും. വിയുടെ വാല്യൂ എന്താ, I into R, ദാറ്റ് ഈസ് IN into RN or RTH ആയിരിക്കും. So it will be having 1 into 4, that will be equal to 4 volt ആയിരിക്കും VTH. So this is the Thevenin equivalent circuit and this is a Norton equivalent circuit. അപ്പോൾ ഈ കേസസ് എല്ലാം ഡിഫൈൻ ചെയ്തത് വിത്തൗട്ട് എനി ഡിപ്പെൻഡൻറ്റ് സോഴ്സ്, ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സും ഇല്ലാത്ത കേസസ് ആണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. പക്ഷെ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ ഈ R equivalent കാണുന്ന മെത്തേഡ് ദാറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. കാരണം നമുക്ക് ഡിപ്പെൻഡൻറ്റ് സോഴ്സിനെ ഒരിക്കലും 0 ആക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ് വെൻ യു ഹാവിങ് എ ഡിപ്പെൻഡൻറ്റ് സോഴ്സ്. യു സീ, ഈ കേസിൽ ജസ്റ്റ് ഞാൻ മെത്തേഡ് മാത്രം പറയാം. ഈ കേസിൽ യു ആർ ഹാവിങ് എ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ചെയ്യാം. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉള്ളപ്പോൾ നോർട്ടൺ കറണ്ട് കാണുന്ന മെത്തേഡ് സെയിം തന്നെയാണ്, Thevenin വോൾട്ടേജ് കാണുന്ന മെത്തേഡും സെയിം തന്നെയാണ്. ഓൺലി ഡിഫറൻസ് ഈസ് RTH ഓർ RN എന്ന് പറയുന്നത് ഇതിനെ 0 ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ വൺ മെത്തേഡ് ഈസ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് VTH, അതായത് ലോഡ് ഏതാണെന്ന് നോക്കുക. ഇതിൽ ലോഡ് 10 ohm റെസിസ്റ്റർ ആണ്, ഇതാണ് ലോഡ്. ലോഡിനെ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് VOC ഓർ VTH കാണാം. അല്ലെങ്കിൽ ലോഡിനെ യു ക്യാൻ ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ നോർട്ടൺ കറണ്ട് IN കാണാം. ദെൻ RN or RTH will be equal to V by I, that is VTH by IN വെച്ചിട്ട് you can easily find out. ഇങ്ങനെ കാണാം. That is a simple method. അതായത് ഷോർട്ട് സർക്യൂട്ട് കറണ്ടും ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും കണ്ടിട്ട് V by I വെച്ചിട്ട് നമുക്ക് RTH കാണാം. That is a one method. Another method is if you don't know how to find out the Norton current or anything, what you do is you can replace this terminal by a voltage source, that is 1 volt voltage source with a current I0. Okay, let I explain it. You can replace it with a 1 volt voltage source with a current I0. That is here you can see
ദിസ് ഈസ് വൺ എക്സാമ്പിൾ. ഇപ്പോൾ ഈ കേസിൽ നമുക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സോഴ്സസിനെ എല്ലാം നമ്മൾ സീറോ ആക്കി. അതായത് ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ടായിരുന്നു, അതിനെ ഓപ്പൺ ആക്കി. വോൾട്ടേജ് സോഴ്സസിനെ എല്ലാം തന്നെ സീറോ ആക്കി. പക്ഷേ ഹിയർ യു ഹാവ് എ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ സീറോ ആക്കാൻ പറ്റില്ല. ഓൺലി ഇൻ ദ കേസ് ഓഫ് ഫൈൻഡിങ് RTH ആൻഡ് RL. VTHും INും സെയിം പ്രൊസീജിയറാണ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഇതിനെ സീറോ ആക്കാൻ പറ്റില്ല, ഡിപ്പെൻഡൻറ്റ് സോഴ്സിനെ സീറോ ആക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസിനെ എല്ലാം തന്നെ നമ്മൾ സീറോ ആക്കും. ഓൾ ദി ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് വി മേക്ക് ഇറ്റ് എ സീറോ. ഡിപ്പെൻഡൻറ്റ് സോഴ്സസിനെ വി കനോട്ട് മേക്ക് ഇറ്റ് സീറോ. സോ ഇൻ ദാറ്റ് കേസ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ലോഡ് ടെർമിനൽ AB ആണെങ്കിൽ ആ ABന് അക്രോസ് ഒരു വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്യും. V0 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് വിച്ച് ഈസ് ഹാവിങ് 1 വോൾട്ട് വാല്യൂ കറക്റ്റ് ചെയ്യുക. അതായത് പ്ലസ് എവിടെ മൈനസ് എവിടെ. പ്ലസും മൈനസ് ഇതൊരു സോഴ്സ് ആണെങ്കിൽ കറണ്ട് ഡയറക്ഷൻ എന്തായിരിക്കും, മേളിലേക്കായിരിക്കും. അതായത് കറണ്ട് നെഗറ്റീവ് ടെർമിനലിൽ എൻ്റർ ചെയ്യണം. ഓക്കെ, പോസിറ്റീവ് കറണ്ട് എൻ്ററിങ് പോസിറ്റീവ് ടെർമിനൽ ആണെങ്കിൽ അബ്സോർബിങ് എലമെൻ്റ് ആണ്. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ നമ്മൾ 1 വോൾട്ട് പ്രീ ഡിഫൈൻഡ് ആണ്. അതുമൂലം ഉണ്ടാകുന്ന കറണ്ട് I0 എന്താണെന്ന് യു ഹാവ് ടു സോൾവ് ഫോർ ഇറ്റ്. അതായത് ഇവിടെ ഇത് ഓപ്പൺ ആണ്. അപ്പോൾ ഇവിടെ ഒരു മെഷ് ഉണ്ട്, ഇവിടെ ഒരു മെഷ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് മെഷിൻ്റെ ഇക്വേഷൻസ് എഴുതിയാൽ നമുക്ക് കറണ്ട് I0ന് സോൾവ് ചെയ്യാം. അതായത് I0 എന്ന് പറയുന്നത് ഇത് I2 ആണെങ്കിൽ I0 എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു -I2 ആയിരിക്കും. I0 വിൽ ബി ഈക്വൽ ടു -I2. ഇഫ് ദിസ് ഈസ് I2, ഇഫ് യു ടേക്ക് ദിസ് ഇസ് I2, I0 വിൽ ബി ഈക്വൽ ടു -I2 ആയിരിക്കും. I0നെ സോൾവ് ചെയ്യാം. ദെൻ തെവനിൻ ഇക്വലന്റ് റെസിസ്റ്റൻസ് വിൽ ബി ഗിവൺ ബൈ V0/I0 ആയിരിക്കും. അതായത് V0യുടെ വാല്യൂ 1 ആണ്. I0യുടെ വാല്യൂ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ്. അതായത് V0/I0 1/I0 ആയിരിക്കും RTH. സോ ദിസ് ഈസ് വൺ മെത്തേഡ് വെൻ യു ഹാവ് എ ഡിപ്പെൻഡൻറ്റ് സോഴ്സ്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസിനെ സീറോ ആക്കുക, ഡിപ്പെൻഡൻറ്റിനെ അതുപോലെ തന്നെ വയ്ക്കുക. എന്നിട്ട് ഔട്ട്പുട്ട് ലോഡ് ഓർ ടെർമിനലിൽ യു കണക്ട് ആൻ വോൾട്ടേജ് സോഴ്സ് വിത്ത് വാല്യൂ 1 വോൾട്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് എ കറണ്ട്. ആ സോഴ്സിൽ നിന്ന് പോകുന്ന കറണ്ട് നെഗറ്റീവ് താഴെയാണ്. അപ്പോൾ സോഴ്സിൽ നിന്ന് പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ അപ്വേർഡ് കറണ്ട്. I0 എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. V0/I0 ആയിരിക്കും RTH. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. ദെൻ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് VTH ബൈ ദ നോർമൽ പ്രൊസീജിയർ. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കാണാം. യു ക്യാൻ ഫൈൻഡ് IN എന്ന് പറയുന്ന ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കാണാം. V/I ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, RTH കിട്ടും. Okay, so this will be valid both for circuits with the dependent sources and for circuit with independent sources. This is dependent and independent case valid. Okay.